സാർ എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം? ഇന്നലെ ഈ ഒരു ഓപ്പറേഷൻസിൻ്റെ മെസ്സേജ് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിലും അതുപോലെ സദർൻ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിലും അതുപോലെ കോസ്റ്റ് ഗാർഡ് ഹെഡ് ക്വാർട്ടേഴ്സിലും വന്നപ്പോൾ ഒരു മൾട്ടി ഏജൻസി ഓപ്പറേഷനായിരുന്നു ഇത്. അതിൽ പ്രൈമറി അറ്റ് സീ വരുമ്പോൾ കോസ്റ്റ് ഗാർഡും അതിനെ ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നേവിയുടെ വെസൽസും ഉടനെ ആ ഏരിയയിലോട്ട് എത്തി. കോസ്റ്റ് ഗാർഡ് ആദ്യം അവിടെ എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു 9 ക്രൂ അവർ ലൈഫ് റാഫ്റ്റ് ജമ്പ് ചെയ്തപ്പോൾ അവരെ ഒരു മെർച്ചൻ്റ് ഷിപ്പ് റെസ്ക്യൂ ചെയ്ത്, ബാക്കിയുള്ള ക്രൂവിനെ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് റെസ്ക്യൂ ചെയ്തു. പിന്നെ 3 പേര് അവിടുത്തെ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനും മാസ്റ്ററും ചീഫ് എഞ്ചിനീയറും പിന്നെ പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും അവിടെ തന്നെ അവർ ഹെൽഡ് ചെയ്ത്. അവർ ഇന്നലെ രാത്രി മൊത്തം അവിടെ ഉണ്ടായിരുന്നു. സോ അവർ ഷിപ്പിനെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഷിപ്പിനെ ഫ്ലോട്ടിങ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ സിറ്റുവേഷൻ ചേഞ്ചായി, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലായി. അപ്പോൾ പിന്നെ അവർക്ക് അബാൻഡൻ ചെയ്യേണ്ടി വന്ന ഷിപ്പ്. അതായിട്ട് ആ ഷിപ്പിനെ അപ്പോൾ ഇവർ വെള്ളത്തിൽ വീണപ്പം അതിനെ റെസ്ക്യൂ ചെയ്തത് ഇന്ത്യൻ എന്താ പുറകെ കിടക്കുന്ന നേവിയുടെ സുജാത എന്ന് പറഞ്ഞ ഷിപ്പാണ്. ക്യാപ്റ്റനൊക്കെ വെള്ളത്തിൽ വീണു. അവർ വെള്ളത്തിൽ ബിക്കോസ് ഇനിയും ഷിപ്പ് മുങ്ങുക, അപ്പോൾ അതുകൂടെ ഇറ്റ്സ് ഡേഞ്ചറസ് അവർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ വെള്ളത്തിൽ ആദ്യം ചാടി, പിന്നെ അവരെ പിക്കപ്പ് ചെയ്തു നേവിയുടെ ഷിപ്പ്.